നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പടിഞ്ഞാറൻ ഇറാഖിൽ അമേരിക്കൻ സൈനിക വിമാനം തകർന്നു വീണത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ തലക്കെട്ടുകളിൽ നിറഞ്ഞു. ഇത് തങ്ങൾ വെടിവെച്ചിട്ടതാണെന്ന് വാദിച്ച ഇറാൻ രംഗത്ത് വന്നതോടെ കഥയാകെ മാറി. അമേരിക്കൻ ശക്തിക്ക് മേലെ തങ്ങൾ സംഹാരതാണ്ഡവം തുടങ്ങിയെന്ന ഇറാന്റെ വാദം അമേരിക്കയെ ചൊടിപ്പിച്ചു. പിന്നാലെ ടെഹ്റാന്റെ ആകാശം പിളർത്തി തീ തുപ്പി അമേരിക്കൻ മിസൈലുകൾ. കടലിൽ ഇറാന്റെ കപ്പൽപ്പടയെ മുക്കാൻ കളത്തിലിറങ്ങി US നേവി. മറ്റൊരു വഴി കൂടെ ഇസ്രയേലിന്റെ ഇടതടവില്ലാത്ത ആക്രമണം. ചുരുക്കി പറഞ്ഞാൽ ഇറാനെ കൊള്ളിവെച്ച് അമേരിക്കൻ ക്രോധം ആളിക്കത്തുന്നു. അമേരിക്കൻ കപ്പൽ ആക്രമിച്ച് വലിയ നാണക്കേട് ട്രംപിന് വരുത്തി ഇറാൻ. പിന്നാലെ വിമാനം ആക്രമിച്ചു എന്ന വാദവും. ഇതോടെ കലിയിളകിയ ട്രംപ് ആക്രമണം കടുപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു. നഥാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇടതടവില്ലാതെ ഇസ്രയേൽ ആക്രമണം. ഇറാന്റെ സാമ്പത്തിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിക്കാൻ ഉത്തരവിട്ട് ബെഞ്ചമിൻ നെതന്യാഹു. എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിച്ച് എണ്ണ സമ്പത്തിന്റെ നട്ടെല്ലൊടിക്കാൻ ഉത്തരവിട്ടു. ഖമനേയി ഉൾപ്പെടെ ഇറാന്റെ മന്ത്രിമാരുടെയും ഉന്നതരുടെയും സമ്പത്ത് ഭദ്രമാക്കിയിരിക്കുന്ന ഇറാനിലെ ചില ബാങ്കുകളും റഡാറിലാക്കി ഇസ്രയേൽ ആക്രമണം. ഇത്ര വലിയ അടി തുടരെ കിട്ടിയിട്ടും ഇറാൻ പൂർണ്ണമായും തളരുന്നില്ല. ഇറാൻ ഭരണകൂടം വൻ സമ്പത്ത് പതുക്കിയിട്ടുണ്ട്. ഇവരുടെ ആയുധ സാമ്പത്തിക കേന്ദ്രങ്ങൾ അടിച്ചിട്ടാലേ മുട്ടുകുത്തിക്കാൻ കഴിയൂ എന്ന അമേരിക്കൻ മുന്നറിയിപ്പ് കിട്ടിയതോടെ അടുത്തഘട്ട ആക്രമണത്തിന് ഇറങ്ങി ഇസ്രയേൽ. അമേരിക്കയിൽ നിന്ന് അതിമാരക ആയുധങ്ങളും ബോംബുകളും ഇസ്രയേലിലേക്ക് എത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്ത്. ഒരു മയവുമില്ലാത്ത അടിയാണ് ഇറാനിലേക്ക് ഇസ്രയേൽ നടത്തുന്നത്. ഇറാൻ ടെലിവിഷനുകളിൽ നിറയുന്നത് അമേരിക്കയെ തങ്ങൾ തച്ചു തകർത്തു എന്ന വാർത്തകളാണ്. പ്രധാനമായും അമേരിക്കയുടെ ആത്മാഭിമാനത്തിൽ കയറി അടിച്ചുവെന്ന്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് നാവികസേനയുടെ മിസൈൽ ആക്രമണത്തിൽ US വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കൺ പ്രവർത്തനരഹിതമായി എന്നും ഗൾഫ് സമുദ്രത്തിൽ നിന്ന് പിൻവാങ്ങിയെന്നും അവകാശപ്പെട്ട് ഇറാൻ. ഇറാന്റെ സമുദ്രാതിർത്തിയിൽ നിന്ന് ഏകദേശം 340 കിലോമീറ്റർ അകലെ ഒമാൻ കടലിൽ നൂതന മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെട്ട ഒരു കൃത്യതയുള്ള ഓപ്പറേഷൻ USS എബ്രഹാം ലിങ്കൺ വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചതായി ഇറാൻ പ്രസ്താവനയിൽ പറഞ്ഞു. ആക്രമണത്തിനു ശേഷം US കപ്പലും സംഘവും അതിവേഗത്തിൽ പ്രദേശം വിട്ടുപോയി എന്നും ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അവകാശവാദം സാധൂകരിക്കുന്ന തെളിവുകൾ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയിട്ടില്ല. ഇറാൻ സൈന്യത്തിന്റെ പ്രത്യയശാസ്ത്ര വിഭാഗമായ ഗാർഡ്സും മുമ്പ് ലിങ്കണിൽ ഇടിച്ചതായി ആരോപിച്ചിരുന്നു. എന്നാൽ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ അടുത്തുപോലും എത്തിയില്ല എന്ന് പെന്റഗൺ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇറാനിയൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നയുടനെ US തള്ളിക്കളഞ്ഞു. എബ്രഹാം ലിങ്കൺ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയെ പിന്തുണയ്ക്കുകയും കടലിൽ തുടരുന്നുവെന്നും US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. അമേരിക്കൻ യുദ്ധക്കപ്പലിന്റെ ഒരു ചിത്രവും പോസ്റ്റ് ചെയ്തു. CBS ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു US നാവിക കപ്പലിന് നേരെ ഇറാൻ വെടിയുതിർക്കാൻ ശ്രമിച്ചു. തുടർന്ന് പ്രത്യാക്രമണമുണ്ടായി. ഈ ആഴ്ച ആദ്യമാണ് സംഭവം നടന്നതെന്ന് റിപ്പോർട്ടുണ്ട്. ഇറാനിയൻ കപ്പലിന്റെ സ്ഥിതി അജ്ഞാതമായി തുടരുന്നു. അറേബ്യൻ കടലിൽ പ്രവർത്തിക്കുന്ന എബ്രഹാം ലിങ്കണിനോടൊപ്പം മറ്റ് 2 യുദ്ധക്കപ്പലുകളായ USS പ്രൂൻസ്, USS മൈക്കൽ മർഫി എന്നിവ പുറപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. മറ്റൊന്ന് പോർവിമാനം വെടിവെച്ചിട്ടുവെന്ന വാർത്ത. അമേരിക്കൻ സൈനിക കരുത്തിന്റെ പ്രതീകമായി ആകാശത്ത് ഗർജിച്ചിരുന്ന KC-135 എന്ന ആധുനിക റീഫ്യൂവലിംഗ് വിമാനം ഇറാഖിന്റെ മണ്ണിൽ തകർന്നു വീണത് കേവലമൊരു സാങ്കേതിക തകരാറല്ല, തങ്ങൾ തകർത്തതാണ് എന്ന് ഇറാൻ. $79 മില്യൺ വിലമതിക്കുന്ന ഈ ഭീമൻ വിമാനം തകർത്തത് ഇറാന്റെ വ്യോമ പ്രതിരോധ സേനയാണെന്ന വാർത്തകൾ പറയുമ്പോൾ അത് അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ കവചങ്ങളുടെ പരാജയത്തെയാണ് വ്യക്തമാക്കുന്നതെന്ന് ഇറാൻ മാധ്യമ വാർത്തകൾ. ഇറാഖിലെ ആകാശത്ത് പുകഞ്ഞു നീങ്ങിയ വിമാനം അമേരിക്കൻ അപ്രമാദിത്വത്തിന്റെ പതനമാണ് അടയാളപ്പെടുത്തിയത്. വിമാനത്തിലുണ്ടായിരുന്ന സൈനികരുടെയും പൈലറ്റുമാരുടെയും മരണം അമേരിക്ക ഞെട്ടിക്കുമ്പോഴും മാനക്കേട് ഭയന്ന് സത്യം മറച്ചുവെക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പരിഹാസ്യമാവുകയാണെന്ന് ഇറാൻ ഭരണകൂടം ആക്ഷേപിക്കുന്നു. എന്നാൽ ഇത് ഇറാൻ ആക്രമിച്ചതല്ല എന്ന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ട അമേരിക്കൻ മറുപടി. പിന്നാലെ ഇറാന്റെ മുക്കിലും മൂലയിലും ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത ആക്രമണം. ഇറാനിലെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരെ വധിച്ചതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേലിനെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആണവ ബോംബുകളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞരാണ് കൊല്ലപ്പെട്ടതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനു പുറമെ കഴിഞ്ഞ മണിക്കൂറുകളിലും കൂടുതൽ പേരെ വധിച്ചതായി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയെ നെതന്യാഹു രൂക്ഷമായി വിമർശിച്ചു. മുജ്തബ റവല്യൂഷണറി ഗാർഡിന്റെ വെറുമൊരു കളിപ്പാവ മാത്രമാണെന്നും
അദ്ദേഹത്തിന് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയില്ലെന്നും നെതന്യാഹു പരിഹസിച്ചു. ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത നെതന്യാഹു ഇറാനിൽ പുതിയൊരു സ്വാതന്ത്ര്യത്തിന്റെ പാത തെളിയുകയാണെന്ന് വ്യക്തമാക്കി. ഇസ്രയേൽ ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും എന്നാൽ രാജ്യത്തിന്റെ ഭാവി ജനങ്ങളുടെ കൈക്കുള്ളിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഇറാൻ ജനതയോട് നെതന്യാഹു ആവശ്യപ്പെടുകയാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇനി നിങ്ങൾ ഇരച്ചിറങ്ങണമെന്ന്. പശ്ചിമേഷ്യ മേഖലയിലെ സംഘർഷാവസ്ഥ ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് G7 രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇറാൻ കീഴടങ്ങാൻ തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ഇറാൻ ഭരണകൂടം വലിയ സമ്മർദ്ദത്തിലാണെന്നും ഉടൻ തന്നെ അവർ ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുമെന്നുമാണ് ട്രംപ് മറ്റു ലോക നേതാക്കളെ അറിയിച്ചത്. ഇറാന്റെ ഭാഗത്തുനിന്ന് കീഴടങ്ങൽ നീക്കമുണ്ടാകുമോ അതോ ഇത് ട്രംപ് മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയ പ്രസ്താവന മാത്രമാണോ എന്ന കാര്യത്തിൽ നയതന്ത്ര വിദഗ്ധർക്കിടയിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം തീർത്തും വഷളായ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുള്ള ഈ അവകാശവാദം. ഇറാനെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഫലം കാണുന്നുണ്ടെന്നും അവരുടെ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിലാണെന്നും ട്രംപ് ഫോൺ സംഭാഷണത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എന്നാൽ ഇറാൻ ട്രംപിന്റെ ഈ അവകാശവാദത്തോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പിന്മാറ്റം സഹായിക്കുമെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. ട്രംപിന്റെ ഈ പ്രസ്താവനയെ G7 രാജ്യങ്ങളിലെ മറ്റു നേതാക്കൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് വ്യക്തമല്ല. എന്നാൽ ക്രൂഡ് ഓയിൽ വാതകവില വർധന ലോകരാജ്യങ്ങളെ ആകെ ബാധിച്ചതിനാൽ വരും ദിവസങ്ങളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായി ഉന്നയിക്കപ്പെടും. ഇറാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയുള്ള യുദ്ധതന്ത്രം വിജയിക്കുന്നുവെന്നാണ് ട്രംപ് പറയുന്നത്. ആക്രമണത്തോടൊപ്പം ഇറാൻ ജനതയെ ഇറക്കിവിട്ട് ആഭ്യന്തര കലാപത്തിന് തിരികൊളുത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്. ജനം കലാപത്തിന് ഇറങ്ങുമെന്ന് വ്യക്തമായ ഇറാൻ ഭരണകൂടം ജനങ്ങളെ ഭീഷണിപ്പെടുത്തി തുടങ്ങി. രാജ്യത്തിനകത്തെ ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്ന് ഇറാനിയൻ അധികൃതരുടെ മുന്നറിയിപ്പുണ്ട്. ഇസ്രയേലും അമേരിക്കയും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പാരാമിലിറ്ററി വിഭാഗമായ ബസീജ് സേനയെ ലക്ഷ്യമിടുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇറാനിലെ നിലവിലെ ഭരണം ഇല്ലാതാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരുന്നു. ഇതിനായി ഇറാനികൾ രംഗത്തെത്തണമെന്നും അവസരം മുതലാക്കാൻ തയ്യാറായിരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ശത്രുവിന്റെ താൽപര്യപ്രകാരം ഏതെങ്കിലും ഇറാനികൾ തെരുവിലിറങ്ങിയാൽ ഞങ്ങൾ അവരെ പ്രതിഷേധക്കാരായോ മറ്റോ കാണില്ലെന്നും മറിച്ച് ശത്രുക്കളായിട്ടായിരിക്കും കാണുക എന്നും ഇറാനിയൻ പോലീസ് മേധാവി അഹമ്മദ് റേസ റാദാൻ പറഞ്ഞു. ഒരു ശത്രുവിനോട് ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെയായിരിക്കും അവരോടും ചെയ്യുക. ഞങ്ങളുടെ വിപ്ലവത്തെ സംരക്ഷിക്കാനും ജനങ്ങളെയും രാജ്യത്തെയും പിന്തുണയ്ക്കാനും ഞങ്ങളുടെ ആളുകളെല്ലാം വിരലുകൾ കാഞ്ചിയിൽ വെച്ച് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് വിലക്കയറ്റത്തിനെതിരെയും മറ്റും ഇറാനിൽ പ്രക്ഷോഭം അരങ്ങേറിയിരുന്നു. അന്ന് സുരക്ഷാ സേനയിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനിടയിലാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സംയുക്ത ആക്രമണം ഉണ്ടായത്. പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലും അമേരിക്കയും ഇസ്രയേലുമാണെന്നാണ് ഇറാൻ ഭരണകൂടം ആരോപിക്കുന്നത്. പ്രതിഷേധങ്ങളെ തുടർന്നും ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച യുദ്ധത്തിന് ശേഷവും ടെഹ്റാനിലെയും രാജ്യത്തുടനീളമുള്ള മറ്റു നഗരങ്ങളിലെയും തെരുവുകളിൽ പോലീസും പാരാമിലിറ്ററി വിഭാഗമായ ബാസിജും പട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇവരെ ആക്രമിക്കുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നത്. ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് കർശന പരിശോധനയ്ക്കാണ് ഇവർ നടത്തുന്നത്. ഭരണകൂട വിരുദ്ധ വികാരങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കവചിത വാഹനങ്ങളിൽ ഇവർ സഞ്ചരിക്കുന്നുമുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ മാത്രമല്ല ഭരണകൂടത്തിനെതിരെ അവരുമായി ചേർന്നു നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഇറാനികൾക്കെതിരെയും ഇറാൻ സ്റ്റേറ്റ് വിഷൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.